ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗുരുവായൂർ വരെ പോവാണ് കേട്ടോ. അമ്പാടി അജേട്ടൻ അമ്മയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അമ്മേനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് അമ്പാടിയിലെ ലോറിയിൽ നിന്ന്. അമ്പാടി അപ്പോൾ നമ്മളവിടെ പോകുന്ന അമ്പാടി ഗുരുവായൂരാണ് പോകുന്നത്. ഇപ്പം സമയം ഏതാണ്ട് 11 മണി, 10:50 കഴിഞ്ഞു, 10:55 തോന്നുന്നു. അപ്പോൾ അമ്മേനെയും കൂടി പിക്ക് ചെയ്തിട്ട് നമ്മളിതാ ഇറങ്ങും കേട്ടോ. അങ്ങനെ അമ്മേനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ അങ്ങോട്ട് വിടുകയാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി പറയുന്നു ഗുരുവായൂർ പോകണം എന്നുള്ളത്. പിന്നെ എൻ്റെ ഡ്യൂട്ടി ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ലീവ് എടുത്താലേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നലെ നമ്മൾ, അതായത് ജൂൺ 4-ാം തീയതി ആയിരുന്നു കൊട്ടിയൂർ അമ്പലത്തിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. മോർണിംഗ് ഷിഫ്റ്റ് എടുത്തു. ഉച്ചയ്ക്ക് ശേഷം നേരെ കൊട്ടിയൂർ അമ്പലത്തിലോട്ട് പോയി. പിറ്റേന്ന് 2 ദിവസം, അതായത് ജൂൺ 5-ഉം 6-ഉം എനിക്ക് ലീവ് എടുത്തിട്ടാണ് ഞാനിന്നിപ്പം ഗുരുവായൂർ അമ്പലത്തിലോട്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ജാമ്പൊക്കെ അമ്മേൻ്റെ അടുത്ത് നിന്ന് പറിച്ചിട്ടുണ്ടായിരുന്നു. അമ്പടിക്ക് കാണിക്കുന്ന ആവേശമൊക്കെ ഉള്ളൂ കേട്ടോ, കഴിക്കത്തൊന്നുമില്ല. അപ്പോൾ നമുക്ക് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇത്രയും ട്രാവൽ ചെയ്യേണ്ട സമയത്ത് അതൊക്കെ കഴിച്ചുകൊണ്ട് പോകാമെന്ന് കരുതിയിട്ടാണ്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഇപ്പോൾ ജാമ്പക്കേൻ്റെ സമയമൊക്കെ അല്ലേ. അങ്ങനെ അതൊക്കെ വാരി എടുത്തു. നമ്മൾ നേരെ വണ്ടിക്കകത്ത് കയറി യാത്ര തുടങ്ങിയിട്ടുണ്ട്. അമ്പാടിയാണെങ്കിൽ ഈ ഒരു കാറ് കിട്ടിയ, പിന്നെ കാറല്ല ലോറിയാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അത് കിട്ടിയത് പിന്നെ നിലത്ത് വെച്ചിട്ടില്ല. ഇന്നലെ കൊട്ടിയൂർ അമ്പലത്തിൽ നിന്ന് മേടിച്ചു കൊടുത്തായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ തന്നെ പാലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് അത് ചൂടാക്കിയിട്ട് ഇങ്ങനെ ബോട്ടിലേക്ക് എടുത്തു. അമ്പാടിക്ക് കൊടുത്താൽ പിന്നെ അവൻ കഴിക്കുന്നില്ല. ലാസ്റ്റ് ഏട്ടൻ മൊത്തം കുടിക്കേണ്ട അവസ്ഥയായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ പാൽ വലിയ താല്പര്യമില്ലാത്ത കൂട്ടത്തിലാണ്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്കാണെങ്കിൽ കാറിൻ്റെ ഒരു ഷോറൂമിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നാളായി ഇങ്ങനെ നോക്കുന്നു കേട്ടോ. പറ്റിയത് കിട്ടുകയാണെങ്കിൽ നോക്കിയിട്ട് എടുക്കാമെന്നുള്ള പ്ലാനൊക്കെ ആയിരുന്നു. അപ്പോൾ ലൈസൻസ് എടുത്തിട്ട് ഇപ്പോൾ കുറേ നാളായി. 2 വീലർ ഞാൻ ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ 4 വീലർ എന്താ പറയുക, ഇടയ്ക്ക് വണ്ടി ഏട്ടൻ്റെ അടുത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മുറ്റത്ത് ഉരുട്ടേ ഉള്ളൂ കേട്ടോ. റോഡിൽ ഇറക്കാറ് കുറവാണ്. അപ്പോൾ ഇതേപോലത്തെ ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് ഓടിക്കാനുള്ള ഒരു ധൈര്യമൊക്കെ ഉണ്ട്. പുതിയ വണ്ടി എടുക്കാനുള്ള ധൈര്യം ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ നോക്കാമെന്ന് കരുത്. അങ്ങനെ അവിടുന്ന് കുറച്ച് നോക്കിയതിന് ശേഷം നമ്മൾ പിന്നെയും യാത്ര തുടങ്ങി. അങ്ങനെ ഏതാണ്ട് ഉച്ച സമയമായിട്ടോ, ഏതാണ്ട് ഒരു 1:30-2 മണീൻ്റെ അടുത്തായേ പിന്നെ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അമ്മയാണെങ്കിൽ ഇന്ന് പൊതിച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നെയ്ച്ചോറിൻ്റെ കൂടെ, അതായത് ചിക്കന് പകരം മുട്ട ഫ്രൈ ആക്കിയിട്ട് നല്ല മസാലയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അടിപൊളി മോരും ചമ്മന്തിയും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു. അത് കൂട്ടി ഒരു പിടി പിടിച്ചു കേട്ടോ. ആ പൊതിച്ചോറ് തുറക്കുമ്പോൾ തന്നെ അടിപൊളി സ്മെല്ലായിരുന്നു. പൊതിച്ചോറ് എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു വികാരം തന്നെയല്ലേ എല്ലാവർക്കും. അപ്പോൾ അടിപൊളിയായിട്ട് കഴിച്ചു. ഞാൻ ആ മസാല തീരുമ്പോൾ കഴിച്ചു, ബാക്കി കുറച്ച് അമ്മയ്ക്ക് കൊടുത്തു കേട്ടോ. പിന്നെ അമ്പാടിയാണെങ്കിൽ 2-3 വായിക്കേ കഴിച്ചുള്ളൂ. അവൻ കാര്യമായിട്ട് കഴിച്ചൊന്നുമില്ല. മുട്ട വലിയ താല്പര്യമില്ലാത്ത കൂട്ടത്തിലാണ് കേട്ടോ. കുഞ്ഞായിരുന്നപ്പോൾ മുട്ട നല്ലപോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വലുതായി വരുമ്പോഴത്തേക്കും അമ്പാടി തീരെ മുട്ട ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് സമയം അവിടുന്ന്, അതായത് നമ്മളൊരു പോക്കറ്റ് റോഡിലേക്ക് കയറിയിട്ട് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. വണ്ടിക്കകത്ത് തന്നെ ഇരുന്ന് കഴിച്ചു കേട്ടോ. പിന്നെ കുറച്ച് സമയം അവിടെ നിന്ന് പുറത്തെ കാറ്റൊക്കെ ആസ്വദിച്ച് അങ്ങനെ കുറച്ചൊന്ന് റിലാക്സ് ചെയ്തിട്ടാണ് വീണ്ടും വണ്ടിക്കകത്ത് കയറി യാത്ര തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ പോകുന്ന വഴിക്ക് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അമ്പാടിക്ക് എന്തെങ്കിലും കഴിക്കാൻ മേടിച്ച് കൊടുക്കാം, കൂടെ ഞങ്ങൾക്കും കഴിക്കാമെന്ന് കരുതിയിട്ട് എന്തൊക്കെയോ സ്നാക്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. സാൻഡ്വിച്ചും അങ്ങനെ എന്തൊക്കെയോ എനിക്ക് ഓർമ്മയില്ല കേട്ടോ കറക്റ്റ്. അങ്ങനെ അവിടെ നിന്ന് കണ്ടതൊക്കെ നമ്മൾ കുറച്ച് സെലക്ട് ചെയ്ത് മേടിച്ചു. അമ്മയും അമ്പാടിയും വണ്ടിക്കകത്ത് ഇറക്കിയാണ്. ഞാനും ഏട്ടനും കൂടിയായിരുന്നു പോയി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷം അജേട്ടൻ്റെ ബർത്ത്ഡേൻ്റെ സമയത്ത് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗുരുവായൂർ. ഇത്തവണ പോകണം എന്നൊക്കെ വിചാരിച്ചാണ്. പിന്നെ ഡ്യൂട്ടിയും കാര്യങ്ങളും എനിക്ക് പോകാൻ പറ്റാത്തതിൻ്റെ അവസ്ഥയും ഒക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇത്തവണ പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ നീട്ടി ലാസ്റ്റ് ഇന്നൊരു ദിവസം അങ്ങ് പോകാമെന്ന് കരുതി അങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ചായിരുന്നു കേട്ടോ. ഒട്ടും പ്ലാൻ ഇല്ലാണ്ട് അങ്ങ് ഇറങ്ങിയതാണ്. അങ്ങനെ നമ്മളിതാ ഭാരതപ്പുഴയുടെ തീരത്തോട്ട്, ആ ബ്രിഡ്ജല്ലേ അതിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും നമുക്ക് താഴെ നല്ലൊരു വ്യൂ കാണാം കേട്ടോ. വെള്ളമൊക്കെ വറ്റി കിടക്കുവാണ്. അങ്ങനെ പോകുന്ന വഴിക്കാണെങ്കിൽ നമ്മൾ റിലയൻസിൻ്റെ ഒരു പമ്പിൽ കയറി അവിടുന്ന് ഡീസലൊക്കെ അടിച്ചിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ആണെങ്കിൽ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം. ഈ ഒരു പാർട്ട് 1 വ്ളോഗിലാണ് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നതും പിന്നെ എന്താ പറയുക അമ്പലത്തിലെ കുറച്ച് വിശേഷങ്ങളുമാണ്. പിന്നെ നമ്മൾ അവിടെ ഫസ്റ്റ് ഡേ അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നാളെയും ഒന്ന് അമ്പലത്തിലും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാർട്ട് 2 വ്ളോഗ് വരുന്നുണ്ട്. അപ്പോൾ ഇതുവരെ എന്താ പറയുക, ഞാൻ ഒരുപാട് തവണ ഗുരുവായൂർ അമ്പലത്തിലോട്ട് പോയിട്ടുണ്ട് കല്യാണത്തിന് ശേഷമാണെങ്കിലും. പക്ഷേങ്കിൽ ഇതുവരെ എന്താ പറയുക അത്രയും തൃപ്തികരം അല്ലെങ്കിൽ മനസ്സറിഞ്ഞ ആ ഒരു മൊമെൻറ്റ്, അല്ലെങ്കിൽ അത്രയും ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റാണ് എനിക്ക് ഇത്തവണ ഗുരുവായൂർ അമ്പലത്തിൽ പോയപ്പോൾ ഉള്ളത്. അപ്പോൾ എന്താണെന്നുള്ളത് കാര്യം ഞാൻ അടുത്ത വ്ളോഗിൽ പറയാം കേട്ടോ. പാർട്ട് 2ലേക്ക് പറഞ്ഞേക്കാം എന്താണെന്നുള്ളത്. അത്രയും എന്താ പറയുക എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. അത്രയും സന്തോഷമുള്ളൊരു മൊമെൻ്റായിരുന്നു. അങ്ങനെ നമ്മൾ റൂമിൽ പോയി ഫ്രഷായി നമ്മളിതാ ഗുരുവായൂർ അമ്പലത്തിലോട്ട് പോവാണ് കേട്ടോ. ഒരു 4:45 നമ്മൾ റൂമിലെത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഫ്രഷായി ഒരു
ഒരു 5:45 കഴിയുന്നപ്പോഴത്തേക്കും നമ്മളിതാ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരെ ഗുരുവായൂർ അമ്പലത്തിലോട്ട് പോവാണ്. നമ്മൾ ആ ഒരു എൻട്രൻസ് ഉണ്ടല്ലോ, അവിടെ ആ ഒരു കവാടൊക്കെ അവിടെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് റിനോവേഷൻ വർക്ക്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അമ്പാടി ഏട്ടനും ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരുപാട് കുട്ടി കുട്ടി ഷോപ്സ് ഉണ്ട്. ജ്വല്ലറി ഐറ്റംസും ടോയ്സും അതുപോലെ കുട്ടി ഉടുപ്പുകളും അങ്ങനെ കണ്ണൻ്റെ രൂപങ്ങളും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടന്നു പോവാണ് കേട്ടോ. പിന്നെ തിരിച്ചു വരുമ്പോഴത്തേക്ക് നോക്കാമെന്ന് കരുതിയിട്ട് നേരെ അമ്പലത്തിലേക്ക് പോവാണ്. പിന്നെ ഞാൻ ഓടിപ്പോയിട്ട് ക്ലോക്ക് റൂമിൽ ഫോണും ബാഗൊക്കെ കൊടുത്തു. പിന്നെ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, നമ്മൾ നേരെ ശ്രീകോവിലിനുള്ളിലേക്ക് പോവാണ്. അപ്പോൾ ഒരു 6:15 ഉള്ളിൽ നമ്മളെ വന്നിട്ട് ഒരു ചെക്കിട്ടാൻ പിക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരെ ക്യൂ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് എൻട്രൻസ് ഉണ്ടായിരുന്നു കേട്ടോ കോവിലിനുള്ളിൽ. അങ്ങനെ ഉള്ളിൽ കയറി കണ്ണനെ കണ്ടു, മനസ്സറിഞ്ഞ് തൊഴുതു, പ്രസാദമൊക്കെ മേടിച്ചു. അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്ന് എന്നിട്ടാണ് വെളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ ഓടിപ്പോയി ക്ലോക്ക് റൂമിൽ പോയി ഫോണും ബാഗൊക്കെ എടുത്തു. അപ്പോൾ ഏട്ടനും അമ്മയൊക്കെ അവിടെ കുറച്ച് സമയം ഇരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ അവരെയും കൂട്ടി ഞങ്ങളിതാ നടന്ന് പിന്നെയും വീണ്ടും ഒന്ന് കണ്ണനെ കാണാമെന്ന് കരുതിയിട്ട് അങ്ങനെ ആചേട്ടൻ ഫോണിൽ വീഡിയോ ഒക്കെ എടുത്തായിരുന്നതാണ്. ഞാനും അമ്മയുടെ മുന്നോട്ട് നടക്കുകയാണ്. ഇന്നിപ്പം നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഉള്ളിലേക്ക് കയറിയ പിന്നെ അമ്പാടീനെ കൊണ്ട് മഞ്ചാടിയൊക്കെ വാരിച്ചു. പിന്നെ എൻ്റെ അമ്പാടീൻ്റെയും തുലാഭാരമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ബ്ലസ്ഡ് ആയിട്ടുള്ള മൊമെൻ്റ് ആണ്. ഇന്നിപ്പം വലിയ തിരക്ക് എന്നൊന്നും പറയാനില്ല, എന്നാലും അത്യാവശ്യം ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു സന്ധ്യ സമയത്തൊക്കെ ആണെങ്കിൽ. അങ്ങനെ 3-4 മാസത്തിന് ശേഷം വീണ്ടും കണ്ണനെ കാണാൻ പറ്റി, നമ്മുടെ ഉണ്ണിക്കണ്ണനെ. അങ്ങനെ ഒരുപാട് ബ്ലസ്ഡ് ആയിട്ടുള്ള മൊമെൻ്റ് ആണ്. അതിനുശേഷം കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ആണെങ്കിൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പ്രഭാഷണവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഡാൻസും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കതൊന്നും കാണാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അമ്പടിക്കാണെങ്കിൽ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാര്യമായിട്ടൊന്നും അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ കുഞ്ഞ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കാമെന്നൊക്കെ കരുതിയിട്ട് നമ്മൾ ഒരുപാട് സമയം അവിടെ നിന്നില്ല. അങ്ങനെ പ്രോഗ്രാംസിൻ്റെ കുട്ടികളൊക്കെ അവിടെ നിൽക്കുന്ന കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മളിതാ അമ്പാടിൻ്റെ കൈയും പിടിച്ച് ഞാനിതാ നടക്കുകയാണ്. അങ്ങനെ ആദ്യം തന്നെ ഫുഡ് കഴിക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റ് നേടി പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ആ സൈഡിൽ തന്നെ വരുന്ന കുട്ടി കുട്ടി ഷോപ്സൊക്കെ വരുന്നുണ്ടല്ലോ, അവിടെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നമ്മൾ എന്തെങ്കിലും അമ്പാടിക്ക് മേടിച്ച് കൊടുക്കാം, കൂടെ നമുക്ക് കഴിക്കാമെന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ. അങ്ങനെ പൂരിയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പൂരിയും നല്ല അടിപൊളി കറിയും ഏറ്റവും മസാല ദോശയും കണ്ടാണ് കേട്ടോ. അമ്മയും ഞാനും പൂരി മേടിച്ചു. അപ്പോൾ അതൊക്കെ കൂട്ടി കഴിച്ചു, അടിപൊളിയായിട്ട് കഴിച്ചു കേട്ടോ. പിന്നെ നമ്മൾ അവിടെയുള്ള കുറേ ഷോപ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കയറിയിട്ട് എന്തൊക്കെ മേടിക്കണം എന്നൊക്കെ കരുതി നമ്മളിങ്ങനെ നോക്കുകയാണ് കേട്ടോ. പിന്നെ ഓരോ പ്രോഗ്രാംസ് നമ്മുടെ ഈ ഒരു ഓഡിറ്റോറിയത്തിൽ നിന്ന് കഴിഞ്ഞ് പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞ് പോകുന്നവരൊക്കെ കാണുന്നുണ്ടായിരുന്നു. ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു കുഞ്ഞു ഷോപ്സ് ഉണ്ടാവുമല്ലോ, അവിടെയുള്ള ഈ പൂക്കളൊക്കെ തുളസി മാലയും അങ്ങനെയുള്ളതും കണ്ണനെ നേദിക്കാനുള്ള ഒരു ഐറ്റംസ് എങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. ഞാൻ കുറേ സമയം ഇങ്ങനെ നടന്നുകൊണ്ട് തന്നെ അതൊക്കെ നോക്കിയിരിക്കുമായിരുന്നു. പിന്നെ കുറേ ലോട്ടറിയൊക്കെ വിൽക്കുന്ന ചേട്ടന്മാരും പിന്നെ ആണെങ്കിലും കുറേ പൂവുകളൊക്കെ സെറ്റ് ചെയ്തിട്ട് പിന്നെ കഴിക്കാനുള്ള കുറേ പൊരിയും അങ്ങനെ കണ്ട സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റൂമിൽ പോയി ഫ്രഷായി വീണ്ടും ഒന്ന് സെറ്റായി കുറേ കഴിഞ്ഞ പിന്നെ കിടക്കാൻ നേരത്തെ ഒന്നും കൂടെ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പൂരിയല്ലേ കഴിച്ചത്, അപ്പോൾ അത് എവിടെ ആയതുണ്ടായിരുന്നില്ല. കുറേ കഴിഞ്ഞപ്പോൾ വിശക്കാൻ തുടങ്ങിയ പിന്നെ നമ്മൾ പൊറാട്ട തേടി യാത്രയായിരുന്നു. ഇങ്ങനെ നടന്നുകൊണ്ട് പോവാണ് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെ ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് മുന്നോട്ട് നടന്ന് ലാസ്റ്റ് അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ തിരിച്ച് മടങ്ങി നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസ് പോയിട്ട് നമ്മൾ മസാല ദോശ 3 പേരും ഓർഡർ ചെയ്തു. കൂടെ വടയും അടിപൊളി ചട്നിയും സാമ്പാറൊക്കെ ആയിരുന്നു. അത് കൂട്ടി ഒരു പിടി പിടിച്ചു. പിന്നെ എനിക്കൊരു കൺമഷി വേണമെന്ന് പെട്ടെന്നൊരാഗ്രഹം കേട്ടോ. എൻ്റെ അടുത്ത് എടുക്കാൻ വിട്ടുപോയതാണെന്ന് തോന്നും. അങ്ങനെ എന്തൊക്കെയോ ഞാൻ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പേയ്മെൻറ്റ് ചെയ്യാൻ നേരത്താണെങ്കിൽ എൻ്റെ ഫോണിൽ നെറ്റില്ല കേട്ടോ. എനിക്ക് നെറ്റുള്ള റീചാർജ് ഞാൻ ഓൾറെഡി ചെയ്തതാണ്. പക്ഷേ നെറ്റ് എനിക്ക് ഫോണിൽ കിട്ടുന്നില്ല കുറച്ച് ദിവസങ്ങളായിട്ട്. അപ്പോൾ ഞാൻ ആകെ പെട്ടുപോയിട്ടാണുള്ളത്. തിരിച്ചു കൊടുക്കാൻ പൈസ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഏട്ടനും അമ്മയും റെസ്റ്റോറൻറ്റിൽ ഇറങ്ങിയില്ലാന്ന് തോന്നുന്നു കേട്ടോ ആ സമയത്ത്. അങ്ങനെ ലാസ്റ്റ് ഞാൻ ചേട്ടൻ്റെ ഫോണിൽ വൈഫൈ കണക്ട് ചെയ്തിട്ടാണ് ഞാൻ റീചാർജ് എന്നാണ് പറയുന്നത്, പൈസ തിരിച്ചു കൊടുത്തത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മടങ്ങാൻ നേരത്ത് അമ്മ കണ്ണൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ട കണ്ണനൊക്കെ എടുത്ത് ഞാൻ ചുമ്മാ ഒന്ന് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാണ് കേട്ടോ. അടിപൊളി കണ്ണൻ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാത്തിനും നല്ല റേറ്റ് വരുന്നുണ്ട്, 2000, 3000 ആ റേഞ്ചൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സമയം അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ കണ്ണനെ മേടിച്ചൊന്നുമില്ല, ഓൾറെഡി കണ്ണനൊക്കെ ഉണ്ട്. എന്നാലും കാണുമ്പോൾ നമുക്കൊരു ആവേശമല്ലേ കാണാനും നോക്കാനൊക്കെ. അങ്ങനെ നമ്മൾ നേരെ ഇനി അമ്പലത്തിൻ്റെ ആ ഫ്രണ്ടിൽ തന്നെ തിരിഞ്ഞിങ്ങനെ കളിക്കുമായിരുന്നു കേട്ടോ കുറച്ച് സമയം. അങ്ങനെ നല്ല ആമ്പൽപ്പൂവും കദളിപ്പഴവും പൂക്കളും ഒക്കെ വിൽക്കുന്ന ഒരു കട കണ്ടേ പിന്നെ ഞാൻ അവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളത്തെ പാർട്ട് 2 വ്ളോഗ് വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.